പൂക്കോട് സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ കൊച്ചിയിൽ പ്രതിഷേധം നടക്കുകയാണ്. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് KSU നടത്തുന്ന മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. താലൂക്ക് ഓഫീസിലേക്ക് KSU നടത്തുന്ന പ്രതിഷേധം ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ഇപ്പോൾ ശ്രമിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ ഇടങ്ങളിലും വിഷയം സജീവമാക്കി തന്നെ നിർത്തുകയാണ് KSU. ഇപ്പോൾ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കാൻ അവിടെ തയ്യാറെടുക്കുന്നു. ജലപീരങ്കി പ്രയോഗിക്കുന്നു. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പിരിഞ്ഞു പോകാൻ KSU പ്രവർത്തകർ തയ്യാറാകുന്നില്ല. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചപ്പോഴാണ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചാലും പിരിഞ്ഞു പോകില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് KSU പ്രവർത്തകർ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിരിക്കുന്നു. മറുഭാഗത്ത് പോലീസ്, ഒരു ഭാഗത്ത് KSU പ്രവർത്തകർ. ബാരിക്കേഡ് മറിച്ചിടാൻ KSU പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. മറുഭാഗത്ത് നിന്ന് പോലീസും ബാരിക്കേഡിൽ പിടിച്ചു നിൽക്കുകയാണ്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു KSU. വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ പ്രവർത്തകർ തിരിഞ്ഞു പോയില്ല. വീണ്ടും തിരിച്ചു വന്നു. വീണ്ടും ജലപീരങ്കി. കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ അതിൽ നടക്കുന്ന അന്വേഷണത്തിനെതിരെയാണ് ഇപ്പോൾ KSU പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. അന്വേഷണം കാര്യക്ഷമമല്ല എന്ന ആരോപണം അവർ ആവർത്തിച്ചുന്നയിക്കുകയാണ്. പോലീസിനെതിരെ മുദ്രാവാക്യം വിളികളുമായി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് KSU പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിന് നേരെ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുന്നു. പക്ഷേ പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതുവരെ ജലപീരങ്കി പ്രയോഗിക്കുക എന്ന തീരുമാനത്തിലാണ് പോലീസും നിലയുറപ്പിക്കുന്നത്. പ്രതിഷേധവുമായി KSU പ്രവർത്തകർ അവിടെ തുടരുകയാണ്. അലി അക്ബർ ഷാ നമുക്കൊപ്പമുണ്ട്. അലി, കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കുള്ള KSUവിന്റെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. പോലീസിന് നേരെ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പിരിഞ്ഞു പോകുന്നില്ല എന്ന തീരുമാനത്തിൽ അവിടെ അവർ ഉറച്ചു നിൽക്കുകയാണോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്കിപ്പോൾ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അലി, അല്പസമയം മുമ്പാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള KSUവിന്റെ താലൂക്ക് ഓഫീസ് മാർച്ചിൽ ഈ മഹാരാജ് സ്ഥലത്ത് വെച്ച് പോലീസ് തടഞ്ഞത്. കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കായിരുന്നു മാർച്ച്
ഇവിടെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധത്തിലുണ്ടായിരുന്നു. പ്രതിഷേധ മാർച്ച് ഇവിടെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും അല്പസമയം മുമ്പ് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ച ഘട്ടത്തിൽ നേതാക്കൾ പിന്നോട്ട് പോവുകയും പിന്നീട് ആളുകൾ തിരിച്ച് എത്തി ജലപീരങ്കി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇതിപ്പോ മൂന്നാം തവണയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കിക്ക് എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നോ തകരാറുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലപീരങ്കി പിന്നോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പ്രവർത്തകർ വീണ്ടും തടിച്ചുകൂടി പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ കൃത്യമായ നടപടികളൊന്നും എടുത്തില്ല. എസ്എഫ്ഐക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികളല്ല ഉണ്ടായത്. സിദ്ധാർത്ഥനെ ക്രൂരമായി കൊല ചെയ്യുകയാണ് എസ്എഫ്ഐ ചെയ്തത്. എന്നിട്ടും അവരെ സംരക്ഷിക്കാനാണ് സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു KSU താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചത്. നിലവിൽ തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. പ്രവർത്തകർ അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കാണ് KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ചാണ് സംസ്ഥാന വ്യാപകമായി KSU ഇപ്പോൾ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചി കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്ക് എത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും തിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ ഇപ്പോൾ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ബാരിക്കേഡിന് ഇരുവശവുമായി പോലീസും KSU പ്രവർത്തകരും നിലയുറപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ബാരിക്കേഡ് മറികടന്ന് താലൂക്ക് ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴും പോലീസിന് നേരെ കൂവി വിളിച്ചുകൊണ്ട് നേരിടുകയായിരുന്നു KSU. ദൃശ്യങ്ങൾ നേരത്തെയും ഇപ്പോഴുമുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഇപ്പോൾ കാണാം സ്ക്രീനിൽ. അലി അക്ബർ ഷാ, പ്രവർത്തകർക്ക് നേരെ പലവട്ടം ജലപീരങ്കി പ്രയോഗിച്ചു. അവരിപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത്. എന്തൊക്കെയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യങ്ങൾ? അലി. സുജയ, അല്പസമയം മുമ്പാണ് ഈ കണയന്നൂർ താലൂക്ക് ഓഫീസിലേക്കുള്ള KSUവിന്റെ മാർച്ച് ആരംഭിച്ചത്. ഇവിടെ മഹാരാജാസ് പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഈ മാർച്ച് തടഞ്ഞു. ആ ഘട്ടത്തിൽ പ്രവർത്തകർ ആദ്യം ഇവിടെ ഒരു ഒത്തുചേരുകയും പിന്നീട് ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ആദ്യം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ച ഘട്ടത്തിൽ പ്രവർത്തകർ പിന്മാറുകയും പിന്നീടും തിരിച്ചെത്തി ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അങ്ങനെ ആകെ 3 തവണ ഇന്നിപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോൾ നിലവിൽ ജലപീരങ്കിക്ക് എന്തോ സാങ്കേതിക പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്, എന്തോ തകരാറുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ജലപീരങ്കി പിന്നോട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രവർത്തകർ പോലീസിന് നേരെ കൂവി വിളിച്ച് വീണ്ടും പ്രതിഷേധം നടത്തുകയാണ്. ഇപ്പോൾ മഹാരാജാസ് കോളേജിന് മുന്നിൽ റോഡിൽ കുത്തിയിരുന്ന് ഉപരോധം നടത്തുകയാണ് പ്രവർത്തകർ. പ്രധാനമായും സിദ്ധാർത്ഥ